നമസ്കാരം. കെറ്റടി ഫോർ കട്ടി. ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കാനും നല്ല വർക്കിന് വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വർക്ക് എല്ലാവരും എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് വർക്ക് കണ്ടിട്ട് ശേഷം നിങ്ങൾ പറയണത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫസ്റ്റ് വർക്കാട്ടോ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ മുത്തൂറ്റുകാരുടെ കെയർ ഓഫ് വർക്കാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ 2 ദിവസത്തെ വർക്കുണ്ട്. ഒരു കിച്ചണും ഒരു ബെഡ്റൂമും കൂടിയാണുള്ളത്. പിന്നെ അവിടെ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ അറിയാവുക. അപ്പോൾ നമുക്ക് പോകാം. മതി. കർത്താവിൻ്റെ അനുഗ്രഹത്തോടെ നമ്മൾ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. വരൂ ഗൈസ്, സ്റ്റാർട്ട് ചെയ്യാം. കിടന്ന് അവനൊന്ന് തടയണം. നമ്മുടെ ജീവിതത്തിലുണ്ടോ തിരക്കുകൾ പിടിച്ചുകൂടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരക്ക് പിടിച്ചേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ എന്താ പറയുക, നമ്മൾ ഓരോ ജോലിയുമായിട്ട് പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ഇവർക്ക് ഇതൊന്നും വീട്ടിൽ സമയമില്ലേ, വീട്ടിൽ വേറെ ആളുണ്ടല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയല്ല, നമ്മളൊരു ഓർഗനൈസിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലാത്തവർക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കാം. ഞാൻ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ വേറെ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ വർക്കുമായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഏതൊരു വർക്കാണേലും അത് ഇത്രയേ ഉള്ളൂ, ഓക്കെ ഐ വിൽ ഡു ഇറ്റ്. എനിക്കത് ഭയങ്കര കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. ഓരോ പുതിയ വർക്കിലേക്ക് ചെല്ലുമ്പോഴും ഓരോ പുതിയ സ്പേസാണല്ലോ. ആ ഓരോ പുതിയ സ്പേസും എനിക്ക് ഓരോ അറിവുകളാണെന്നുള്ള ഓരോ പുതിയ പാഠങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മളിത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 years മേലെയായി. ശരിക്കും പറഞ്ഞാൽ 2 years മേലെ ആയിട്ടുണ്ട്. 2 വർഷം മേലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ഇതുവരെ എടുക്കില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്കായിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വർക്ക് തീർക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ, അതായത് എ ലോട്ട് ഓഫ് വർക്ക് ഒരു മിനിമം ടൈമിൽ തീർത്ത് കൊടുക്കുക. അതായത് ഒത്തിരി കുറേ വർക്ക് ഉണ്ടാവും. ആ വർക്ക് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത് തീർക്കുക. അതാണ് എൻ്റെ ഒരു ഇഷ്ടം. എൻ്റെ ഒരു എന്താ പറയുക, ഓരോരുത്തരുടെ ഓരോ രീതികളില്ല. എൻ്റെ രീതി അതാണ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. അതായത് വർക്ക് തുടങ്ങിയാൽ പിന്നെ ഒരു ക്യാമറയില്ല, ഫോണില്ല, ഒന്നുമില്ല. ആ സമയത്ത് ഞാൻ ഫോൺ ശ്രദ്ധിക്കും. അത്യാവശ്യമുള്ള കോൾസ് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ളൊരു കബോർഡ്സ് കാര്യങ്ങളാട്ടോ ഇങ്ങനെ ഇതിൻ്റെ. കാരണം ഒരു സൈഡിൽ മാമിൻ്റെ, ഒരു സൈഡിൽ സാറിൻ്റെ, അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിലാട്ടോ ആ ഭാഗം എൻ്റെ ഭാഗമാണ്. പിന്നെ ഈ ബോക്സ് സിസ്റ്റം ആക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും ഈ ബനിയൻ മെറ്റീരിയൽസ്, ജിം വെയർ ഒക്കെയാണ്. ആ ഫോട്ടോയിൽ കാണുന്നത് സാറിൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം മനസ്സിലാൽ ഭയങ്കര ക്യൂട്ടായിട്ട്. അന്ന് സാറ് അറിഞ്ഞിരുന്നു ഈ വ്യക്തി ഇങ്ങനെ ഇത്രയും അവർ ഫാമിലി ഫ്രണ്ട്സോ മറ്റോ ആണ്. എനിക്ക് കാര്യം ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തെ കൂടി അവിടെ ആ വീട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നല്ല, ആണ്. അപ്പോൾ എനിക്കത് അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നല്ല എപ്പോഴും യൂസ് ചെയ്യാത്ത ഷൂസൊക്കെ നമ്മൾ മേലെ കയറ്റി ബാഗുകളെല്ലാം നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് അടിക്കട്ടോ. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ആക്സസിബിൾ ആവുന്ന രീതിയിൽ വേണം നമ്മളൊരു സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തത്. പിന്നെ ബാത്റൂമിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അത് ആവശ്യമില്ലാത്ത ഡേറ്റ് കഴിഞ്ഞൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുകയുണ്ടായി. നമ്മൾ എല്ലായിടത്തും ഡേറ്റ് നോക്കും കേട്ടോ. ഡേറ്റ് നോക്കി റിമൂവ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ ഫെബ്രുവരി വരെയുള്ള ഉള്ളതൊക്കെ നമ്മൾ ഏറ്റവും ഫ്രണ്ടിലേക്ക് ആക്കി വയ്ക്കും. കാരണം അത് പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് ത്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ബാത്റൂം അത്ര ഒരുപാട് വലിയ സാധനങ്ങളൊന്നും ഉണ്ട്. ഷൂസ് ബാക്കിയുള്ളതൊക്കെ ഞാൻ താഴെ അടുക്കി വെച്ചു. അപ്പോൾ നിങ്ങൾ ഈ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയുണ്ട് ഞങ്ങളുടെ മുഖം കാണാൻ സുന്ദരമാണോ?